സിറ്റി സ്കാൻ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. ഐഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ. മലപ്പുറം ജില്ലയിലെ ജനങ്ങളുടെ ദീർഘകാല സ്വപ്നമായ ജില്ലാ വിഭജനം എന്ന സ്വപ്നത്തിന് പച്ചക്കൊടി വീശി UDF സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടായതോടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയാണ് പദ്ധതിക്ക് ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്തിന്റെ വികസന ഭൂപടത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് ഈ ചരിത്രപരമായ തീരുമാനം. മലപ്പുറം ജില്ലയുടെ 57ാം പിറന്നാൾ സമ്മാനമായാണ് ജനങ്ങൾ ഈ പുതിയ ജില്ലാ വിഭജന പ്രഖ്യാപനത്തെ കാണുന്നത്. ജില്ല നേരിടുന്ന കടുത്ത വികസന ഭരണപരമായ പ്രതിസന്ധികൾക്ക് ജില്ലാ വിഭജനം നടപ്പിലാക്കുന്നതിലൂടെ മാത്രമേ ഒരു ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് ഈ രംഗത്തെ വിദഗ്ധരും ദീർഘകാലമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിരൂർ ആസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ കോഴിക്കോട്, പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള ചില പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തോ ആയിരിക്കും പുതിയ ജില്ല രൂപീകരിക്കുക എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മലപ്പുറത്തിന്റെ സമഗ്ര വികസനത്തിനായി എന്നും മുന്നിൽ നിൽക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ജനനായകരുടെ സാന്നിധ്യം പുതിയ മന്ത്രിസഭയിലുള്ളത് വിഭജന നടപടികൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. മുസ്ലിം ലീഗിന്റെ സജീവമായ ഇടപെടലും രാഷ്ട്രീയ പ്രാധാന്യവും ഈ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറച്ചു. തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ 2 തവണയാണ് ഈ ആവശ്യം നിയമസഭയിൽ ശക്തമായി ഉന്നയിച്ചത്. കൂടാതെ ഈയിടെ തിരൂർ സബ് കളക്ടർ ദിലീപ് A. കൈനിക്കര ജില്ലാ വിഭജനം എന്ന ആവശ്യം ഉന്നയിച്ച് ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ വലിയ രീതിയിൽ ജനശ്രദ്ധ നേടുകയും ചർച്ചയാവുകയും ചെയ്തിരുന്നു. ബജറ്റിൽ പ്രഖ്യാപനം വന്നതോടെ ജില്ലയിലെ എല്ലാ വിഭാഗം ജനങ്ങളും രാഷ്ട്രീയ ഭേദമന്യേ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് പ്രതിപക്ഷത്തുള്ള CPM-ന് കനത്ത രാഷ്ട്രീയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു. അതേസമയം മുസ്ലിം ലീഗിനും UDF-നും രാഷ്ട്രീയമായും വികസനപരമായും ഏറെ നേട്ടമുണ്ടാക്കുന്ന ഒന്നാണ് ഈ നീക്കം. കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതോടെ മലപ്പുറത്തിന്റെ വികസന കുതിപ്പിന് പുതിയൊരു അധ്യായം കൂടി കുറിക്കപ്പെടും. പഠനശേഷം ഉറപ്പായും ജോലി ലഭിക്കുന്ന ITI NCVT കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 48 വർഷത്തെ സേവന പാരമ്പര്യവുമായി MDPSI TI തിരൂർ. ഈ കരിയർ ഫീൽഡ് ഔട്ടാകില്ല.